ഞാൻ മൊബിൻ ജോൺ സെബാസ്റ്റ്യൻ, സീനിയർ പ്രൊജക്ട് മാനേജർ HSJB. നമ്മളോടൊപ്പം ഇന്നുള്ളത് സുവൈദ്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ചെയർമാനും ചീഫ് കൺസൾട്ടൻറ്റുമായിട്ടുള്ള ശ്രീ സിറാജുദ്ദീൻ പൂഴിക്കലാണ്. സുവൈദ്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. സാർ, സുവൈദ്യയുടെ ലക്ഷ്യങ്ങളും ഒരു ദർശനങ്ങളും എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? സുവൈദ്യ ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടക്കലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ആതുര സേവന രംഗത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മോർ ദാൻ 100 years ആയി. സുവൈദ്യ ആയുർവേദ ഹോസ്പിറ്റൽ 15 വർഷം മുന്നാണ് നമ്മൾ കോട്ടക്കൽ സ്ഥാപിച്ചത്. 2011 ജനുവരി 20 ശരിക്കും ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. അന്ന് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് PKM ആയുർവേദിക് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ 2015 നമ്മൾ റീബ്രാൻഡ് ചെയ്ത് സുവൈദ്യ എന്നുള്ള പേരിൽ കോട്ടക്കൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആയുർവേദത്തിലെ എല്ലാ സ്പെഷ്യാലിറ്റി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ്. ഞങ്ങളെ ഒരു പ്രധാന ഏരിയ വന്നിട്ട് പൊതുവെ പഞ്ചകർമ്മ ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി ഒക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രൊജക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാറിന് തോന്നിയിരുന്നത്? എന്തുകൊണ്ടാണ് HSJB ഈ പ്രൊജക്റ്റിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്? ആ ഒരു പെയിൻ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഞങ്ങൾ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഇത് വന്നത്. എന്താ പറയുക, ഞങ്ങൾ സ്ഥാപനം തുടങ്ങി. അപ്പോൾ അടുത്തൊരു പ്രൊജക്റ്റിക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ കുറച്ച് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് ഒക്കെ വേണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സനന്ദ് ഉണ്ട്, കോഴിക്കോട് ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടറാണ് നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. ശരി. അതിൻ്റെ ശേഷമാണ് നമ്മൾ അസോസിയേറ്റ് തുടങ്ങിയത്. പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ജീവനക്കാർക്ക്, നമ്മുടെ സ്റ്റാഫിനുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? അത് നമ്മൾ പ്രൊജക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പറയാം. തുടക്കം തൊട്ടിട്ട് തന്നെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിരുന്നെങ്കിലും എല്ലാം നമ്മളെ കണ്ടെത്തണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ നമ്മൾ ഡെലിഗേഷൻ നടന്നാലും നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലപ്രാപ്തി അതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ആക്ടിവിറ്റീസിൽ നമുക്ക് വേണ്ടത്ര പഴയ പോലെ തന്നെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറേ സമയം എനിക്ക് ലാഭിക്കാൻ പറ്റും. ശരി. നമുക്ക് പ്രൊജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നൊരു സംഭവം, അതായത് ആര് എന്ത് ചെയ്യണം, ആര് എവിടെ പ്ലേസ് ആവണം, എങ്ങനെയുള്ള ആൾക്കാർ വേണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊരു സംഭവം നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്? ജോലികളൊക്കെ ഇങ്ങനെ ലാഗ് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആര് ചെയ്യണം, ഒരു മാറി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിന് സെപ്പറേറ്റ് ഹെഡൊക്കെ വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസിന് നമുക്ക് ആളുണ്ട്, പർച്ചേസിലെ ആളുണ്ട്, അക്കൗണ്ട്സിൽ നമുക്ക് ആൾക്കാരുണ്ട്, നമ്മുടെ ക്ലിനിക്കൽ സൈഡിലുള്ള ആൾക്കാർ അത് നോക്കുന്നുണ്ട്. പ്രോജക്റ്റ് പോകുന്നത് പല സ്റ്റേജുകളിലൂടെയാണ്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷണൽ സ്റ്റഡിയാണ്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യം അവതരിപ്പിക്കുകയാണ് ഒരു ഗ്യാപ്പ് റിപ്പോർട്ട് എന്നൊക്കെ. അപ്പോൾ ആ ഗ്യാപ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ച് കണ്ടപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതാണ് പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് മാറ്റണതിനെക്കുറിച്ച് താങ്കൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, അത് ക്ലിയറായിട്ട് മനസ്സിലായിരുന്നു, അതിനുശേഷം നമ്മളെടുത്ത സ്റ്റെപ്പുകൾ അതുമായിട്ട് യോജിച്ച് പോകുന്നതായിരുന്നോ? ഞങ്ങൾ ആദ്യത്തെ ഒരു മാസം കൊണ്ട് നമ്മളൊരു ഗ്യാപ്പ് അനാലിസിസ് ആ റിപ്പോർട്ട് തന്നതിൻ്റെ ശേഷമാണ് നമ്മൾ കുറച്ചും കൂടി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് നമുക്ക് തോന്നിയത്. അതിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതിയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടാവും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു രീതി നമുക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. ശരി. ഇപ്പോൾ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൊത്തത്തിൽ ഈ വർക്കിംഗ് പാറ്റേൺ മാറിയപ്പോൾ തന്നെ എംപ്ലോയീസിന് കുറച്ചും കൂടി അവർക്ക് എന്തൊക്കെ ചെയ്യണം, പ്രസന്റ് അല്ലാതെ ഫ്യൂച്ചറിൽ എന്തൊക്കെ അവർ ആലോചിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ നമ്മളൊരു വലിയ മാറ്റമാണ്. നമ്മുടെ മാനേജ്മെന്റിന് ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതിനും അതിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുൻപത്തേക്കാളും കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നുണ്ടോ? ഒരു കോർ കമ്മിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഡിസിഷൻസ് ഒക്കെ ഇപ്പോൾ അവരെ കൂടി ആലോചിച്ചിട്ടാണ് എടുക്കാറ്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ ഒറ്റയ്ക്ക് എടുത്തിരുന്ന തീരുമാനങ്ങൾക്ക് പകരം ഇപ്പോൾ ഒരു ടീമിനെ നമ്മൾ സൃഷ്ടിച്ചിട്ട് ആ ടീം വഴിയാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. ഏത് മേഖലകളിലാണ് ശരിക്കും മാനേജ്മെന്റ് ഏറ്റവും കൂടുതലായിട്ടൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ടാവുക? ഡെയിലി ഓപ്പറേഷൻസിനാണ് കുറച്ചും കൂടി പണ്ട് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്നൊരു സ്ഥലം അതാണ്. ഓക്കെ, അത് നമുക്ക് കുറേ ഭാരം കുറഞ്ഞിട്ടുണ്ട്. ശരി. കുറച്ച് കാലം മുമ്പ് വരെ വ്യക്തികളാണ്, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ മാത്രമായിരുന്നു ഇത് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊരു സിസ്റ്റം ഡ്രിവൺ ആയി എന്ന് പറയാൻ പറ്റുമോ? ഏറെക്കുറെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മെയിൻ്റനൻസിന്റെ കാര്യം പറയണമെങ്കിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഞാനൊക്കെ ക്ലിനിക്കൽ ഏരിയയിൽ നിന്ന് വന്നിട്ടൊരു സംരംഭം തുടങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ അത് മാറി നമ്മൾ ഇതൊക്കെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ മെയിൻ്റനൻസിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട ഒരു
ആവശ്യം തന്നെ വരാറില്ല എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രൊജക്ടിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു ആശയമാണ് സുവൈദ്യ 2.0 എന്ന് പറയുന്നത്. ആ ഒരു ആശയം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്? പ്രധാനമായിട്ടും കാണുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ ഈ KPIയുടെ കാര്യങ്ങളാണ്. അവർക്ക് ചെയ്യേണ്ട ഏരിയകൾ ചെയ്തില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആൾക്കാർ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള തോന്നൽ അവരുടെ ഇടയിലുണ്ട്. ഓക്കെ, അതായത് റിപ്പോർട്ടിങ് കൃത്യമായിട്ട് ചെല്ലണം എന്നതിനെ കുറിച്ച് ധാരണ നമ്മുടെ ഈ ഒരു ആശയം കൊണ്ട് എത്തിയിട്ടുണ്ട്. HSJB പ്രൊജക്റ്റുമായി വന്ന് ഇതിൽ റൺ ചെയ്തപ്പോഴത്തേക്കും HSJBയുടെ ഒരു പ്രവർത്തന ശൈലിയെക്കുറിച്ച് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? ഇതുപോലെ ഞാൻ 1-2 ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ ഇതേപോലെ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ട് ക്ലാസ് കേൾക്കും. 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മളൊക്കെ ഒരു ആരംഭസ്വരത്ത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്താണ് ഒരു കറക്റ്റ് മാസത്തിൽ 4 പ്രാവശ്യമൊക്കെ കൺസൾട്ടന്റ് വന്നിട്ട് ഇത് തന്നെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിലേക്ക് എത്തിപ്പെടും. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ ഐഡിയകൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമുക്കായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാക്കിങ്ങുകളും സംസാരങ്ങളും വരുമ്പോഴത്തേക്കും അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത്, എങ്ങനെ മാറ്റം വരുത്തണം എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ആ ട്രാക്കിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ HSJBയിൽ നിന്നുണ്ടായ കാര്യം ഈ ഒരു വളർച്ചയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ അവരുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം ഈ ഇത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കൂടി പറയാനുണ്ടോ? ഞങ്ങളെ ആ ഒരു ടീം എല്ലാവരും നല്ല പോസിറ്റീവ് ആണ്. കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള രൂപത്തിലാണ് നമ്മൾ പോയി. തീർച്ചയായിട്ടും നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു നല്ല പാർട്ണർ അല്ലെങ്കിൽ ഒരു വെൽവിഷർ എന്ന നിലയ്ക്ക് മറ്റുള്ളവരോട് ഇതുപോലെ കൺസൾട്ടിങ് ആഗ്രഹിക്കുന്നവരോട് HSJBയെ കുറിച്ച് എന്ത് പറയേണ്ടതാണ് താങ്കൾ ആഗ്രഹിക്കുക? നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ ആദ്യം ഇവരൊരു മാസം കൊണ്ട് പഠിച്ച് നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വരും. അതിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പങ്കെടുത്ത് എല്ലാ ടീമും ആക്റ്റീവായിട്ട് പങ്കെടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. എന്തായാലും ഈ ഒരു അസോസിയേഷനിക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല ഗുണപ്രദമായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കും അത് ഗുണകരമായിരിക്കും എന്നുള്ളത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. കുറച്ച് മാസങ്ങളായി ശരിക്കും സുവൈദ്യയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. പ്രൊജക്റ്റിൻ്റെ വിവിധ രീതികളിൽ വിവിധ ഫേസുകളിൽ വളരെ ഭംഗിയായിട്ടാണ് അവർ നമ്മളോട് സഹകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രായോഗികമായ മാറ്റം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. HSJBയെ സംബന്ധിച്ചിടത്തോളം സുവൈദ്യമായുള്ള അസോസിയേഷനിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുവൈദ്യ 2.0 എന്നുള്ളത് ഒരു വലിയ വിജയമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ സംരംഭത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഹകരിച്ച സുവൈദ്യ കുടുംബത്തിനും ഡോക്ടർക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ.